ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണോ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോബി മഞ്ചൂരിയൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിതൊരു സെമി ഗ്രേവി ആയിട്ടാണ് കേട്ടോ ചെയ്യണത്. ഡ്രൈ ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ നമ്മളിതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മേലെ നിങ്ങൾക്ക് ഒരു ഐ കാർഡ് കാണാൻ പറ്റും കേട്ടോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു കറിയായിട്ടുള്ള ഒരു സെമി ഗ്രേവി ടൈപ്പിലുള്ള ഗോബി മഞ്ചൂരിയൻ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം കോളിഫ്ലവർ ആണ് എടുത്തേക്കുന്നത്. അതായത് ചെറിയൊരു കോളിഫ്ലവറിൻ്റെ പോർഷനാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോളിഫ്ലവർ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കട്ട് ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഞാൻ നേരത്തെ ഐ കാർഡ് കാണിച്ചില്ലേ, അതിലുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി, ഞാൻ ലിങ്ക് കൊടുക്കാം കട്ട് ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്. കാരണം ഇതിനകത്ത് ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതും കൂടി ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനത് കാണിക്കില്ല കേട്ടോ. ഇതിനകത്ത് മാക്സിമം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാം ഒരേ വലിപ്പത്തിൽ, ഏകദേശം ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഇനി ഒരു ചെറിയ സോസ് പാൻ വെച്ചിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാക്കാം. വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്തോരം കോളിഫ്ലവർ ആണോ എടുക്കുന്നത് അത്രയും മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള അത്രയും വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം ഉപ്പും ഒരു 1/2 ടീസ്പൂണും 1/4 ടീസ്പൂണും ഇടയ്ക്കുള്ള അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഫ്ലോററ്റ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വെക്കാം കേട്ടോ. കോളിഫ്ലവർ നമ്മൾ കുക്കാക്കണമൊന്നുമില്ല, ഇത് വേവൊന്നും വേണ്ട. ജസ്റ്റ് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി കേട്ടോ. അത് മാത്രമല്ല, മൊത്തത്തിൽ നമുക്കിതൊന്ന് ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇതിനകത്ത് എന്തെങ്കിലും കീടങ്ങളോ അണുക്കളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവുകയും ചെയ്യും. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ വെള്ളം നമുക്കൊന്ന് വാർത്ത് കളയാം. എന്നിട്ട് അരിച്ചെടുത്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ നോക്കി, ഞാൻ വെള്ളം വാർത്ത് കളഞ്ഞിട്ടുണ്ട്. ഫ്ലോററ്റ്സ് എല്ലാം ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുക്കാവാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. അതുകൊണ്ടാണ് കേട്ടോ 3-4 മിനിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗളെടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ റവ. അരിപ്പൊടിയും റവയൊക്കെ ആഡ് ചെയ്യുന്നത് നല്ല ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരല്പം, ഏകദേശം 1 ടേബിൾ സ്പൂണോളം മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞത്. പിന്നെ 1/2 ടീസ്പൂണിന് താഴെ ഉപ്പ്, 1/2 ടീസ്പൂൺ ഫുള്ളായിട്ട് വേണ്ട. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോററ്റ്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തന്നെ നന്നായിട്ടൊന്ന് ഈ പൊടിയുമായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ എത്ര ഇപ്പോൾ അരിച്ചെന്ന് വിചാരിച്ചാലും ഈ ഫ്ലോററ്റ്സിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കാണുമല്ലോ. അപ്പോൾ ആദ്യം നമുക്കിത് ജസ്റ്റ് വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ കോളിഫ്ലവർ കഷ്ണങ്ങളുടെ മേലെ ശരിക്കും നല്ല കോട്ടിംഗ് ആയിട്ട്, കുറച്ച് കട്ടിയിൽ നല്ല കോട്ടിംഗ് ആയിട്ട് ആ ഒരു മാവ് ഇങ്ങനെ പിടിച്ചിരിക്കണം. ആ ഒരു പരുവത്തിൽ എത്തുന്നത് വരെ നമ്മൾ കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. നോക്കിയേ, ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കണേ കേട്ടോ. ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസാക്കരുത് കേട്ടോ. ഒരുപാട് ലൂസാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കോട്ടിങ് പിടിക്കില്ല. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ഒരുപാട് നേരം വെക്കുക അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുഴിയുള്ളൊരു പാൻ വെക്കുക. പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത് ഇതിനകത്ത്, സൺഫ്ലവർ ഓയിലാണ് ബെസ്റ്റ്. അതായത് നമ്മളിപ്പോൾ ഏത് വലിപ്പത്തിലാണോ നമ്മുടെ ആ ഫ്ലോററ്റ്സ് എല്ലാം കട്ട് ചെയ്തെടുത്തേക്കുന്നത് ആ വലിപ്പം അത്രയുള്ള ഒരു കഷ്ണം മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള ഓയിൽ വേണം. ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ കോളിഫ്ലവറിൻ്റെ പീസസ് ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്ന് ഇടുമ്പോഴത്തേക്ക് നന്നായിട്ട് ബബിൾസ് വരണ ഒരു പാകമാണ് അതിൻ്റെ ഒരു ചൂടെന്ന് പറയുന്നത്. ആ കോളിഫ്ലവറിൻ്റെ ഓരോ പീസിനകത്തും ആ മാവ് ശരിക്കും ഫുള്ളായിട്ട് കവർ ചെയ്തിരുന്നാലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾ ഇടുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ അടുപ്പിച്ചിടാണ്ട് ഒരെണ്ണം ഈ സൈഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് അപ്പുറത്തെ സൈഡിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പരസ്പരം ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് വരും, പക്ഷേ അകമൊന്നും വേവ് ഉണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക.
ഇതിപ്പോൾ വലിയൊരു പാനാണ്, ഞാൻ അത്യാവശ്യം ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ വറുത്തെടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ ചെറിയൊരു പാനാണ് എടുത്തേക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 2 ബാച്ചായിട്ടോ 3 ബാച്ചായിട്ടോ ഒക്കെ വറുത്തെടുക്കാം കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നോക്കിയേ നല്ല കളറൊക്കെ ചേഞ്ചായി ഡാർക്കായിട്ട് നമ്മളിങ്ങനെ തവി വെച്ച് തൊടുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. നല്ല ക്രിസ്പി ആയിട്ട് കുറച്ച് കട്ടിയിൽ വന്നിട്ടുണ്ടാവും. നോക്കിയേ എല്ലാം നല്ല മുരുമുരാന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കോരി മാറ്റാം കേട്ടോ എല്ലാം. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കേണ്ടാവുക, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇപ്പം നമ്മൾ നേരത്തെ വറുത്ത ഓയിലുണ്ടല്ലോ, ആ ഓയിൽ തന്നെയാണ് ഒഴിച്ചേക്കുന്നത്. അത് നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഓയിലാണ്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തേക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഓയിൽ നിങ്ങൾ ഫ്രൈ ചെയ്തതിന് ശേഷം തണുത്ത് പോയെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അത് റീയൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യാം. ഒപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞത്. എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത്രയും നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കളറൊന്നും ചേഞ്ച് ആവണ്ട, ഗോൾഡൻ കളർ ഒന്നും ആവാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ക്യാപ്സിക്കം അരിഞ്ഞത് ആഡ് ചെയ്യാം. വലിയ ക്യാപ്സിക്കം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകുതി എടുത്താൽ മതി കേട്ടോ. ഇതിനകത്ത് സവാള അതേ ക്യാപ്സിക്കം എല്ലാം ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഗ്രേവിക്കും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും, ഗ്രേവി നന്നായിട്ട് വരികയും ചെയ്യും. അതെല്ലാം നിങ്ങൾക്കിപ്പോൾ സ്ക്വയർ ആയിട്ടാണ് സവാളയും ക്യാപ്സിക്കവും അരിയാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അരിഞ്ഞോളൂ, അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യൂ, ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. സവാള ആണെങ്കിലും ശരി, ക്യാപ്സിക്കം ആണെങ്കിലും ശരി, ഒരുപാട് അങ്ങോട്ട് വഴറ്റി നമ്മൾ കറികൾക്കൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് വഴറ്റി ഗോൾഡൻ കളർ ആവുകയോ അല്ലെങ്കിൽ ഒരുപാട് കുക്കാവുകയോ ഒന്നും വേണ്ട. ഒരു ക്രഞ്ചിനെസ് കീപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യണം കേട്ടോ. 2-3 സോഫ്റ്റായി വന്നാൽ മാത്രം മതി. നോക്കിയാൽ ഈ ഒരു പരുവത്തിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കളർ ചേഞ്ച് ഒന്നും ആവണ്ട, ഇത്രയൊന്ന് വഴണ്ട് വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടിയിട്ട് ആഡ് ചെയ്യാം. ഇത്രയും ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് പിന്നീട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, അതായത് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആഡ് ചെയ്യണത്. ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോൺഫ്ലോർ കലക്കിയതാണ്. അതായത് 2 ടീസ്പൂൺ കോൺഫ്ലോറിൻ്റെ പൗഡർ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് കലക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റുക. ഈ കോൺഫ്ലവറിൻ്റെ ഒരു പച്ച മണമുണ്ട്, അതൊന്ന് മാറണം. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് കട്ടയായി വരും, നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങും. ഇതൊന്ന് ചൂടാവും നന്നായിട്ട്. അന്നേരത്തേക്ക് ഒരു 1/4 കപ്പ് നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കാം. നമുക്കിതിന് ഗ്രേവി വേണ്ടേ, അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. 1 കപ്പ് വരെയൊക്കെ ഒഴിക്കാം കേട്ടോ നിങ്ങൾക്ക്. അപ്പം ഞാൻ ഒത്തിരി അങ്ങോട്ട് ലൂസ് ആക്കുന്നില്ല, 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിതിൻ്റെ എരിവും അതുപോലെ തന്നെ ഉപ്പും നോക്കുക. സോസിലൊക്കെ കുറച്ച് ഉപ്പ് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം കോളിഫ്ലവറിനകത്ത് നമ്മൾ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടി പോകണ്ട കേട്ടോ. ഈ തിളച്ച് വരുമ്പോൾ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കെച്ചപ്പിൻ്റെ ടേസ്റ്റ് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യില്ല. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചിലർക്ക് ഇതിനകത്ത് മല്ലിയിലൊക്കെ ഇടാനായിട്ട് ഇഷ്ടമായിരിക്കും, പക്ഷേ എല്ലാവരും മല്ലിയില ആഡ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയില ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യാം കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ നല്ലൊരു ഫ്ലേവർ തരും, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഒന്ന് മേലെ ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങളിനി മുളക് പൊടി ഒന്നും ചേർക്കരുത്, കുരുമുളകിൻ്റെ പൊടി അല്ലെങ്കിൽ കുരുമുളക് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെല്ലാവരും. അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.